ജൂണിൽ നടക്കാൻ പോകുന്ന നെറ്റ് എക്സാമിന് ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഇനിയും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇതുവരെയുള്ള നെറ്റ് എക്സാം പോലെ തന്നെ ആവും അല്ലെ, വലിയ ചേഞ്ച് ഒന്നും വരില്ല. അപ്പൊ ഇതുവരെ നിങ്ങൾ നെറ്റ് എക്സാമിൽ എഴുതി നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണ്, നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് ഒക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അടുത്ത നെറ്റ് എക്സാം ഷുവർ ആയിട്ട് നമുക്ക് കിട്ടും. ശരിയല്ലേ? കാരണം അങ്ങനെ കിട്ടിയിരിക്കുന്ന ഒരുപാട് പേര് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ കഴിഞ്ഞ റിസൾട്ട് ആണ് ഏറ്റവും അധികം റിസൾട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾക്കും ജയിക്കണം, അല്ലെങ്കിൽ നമ്മുടെ JRF ഹോൾഡർ ആവണം, നെറ്റ് ഹോൾഡർ ആവണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കാതിരിക്കരുത്. ഇപ്പോഴേ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കേണ്ട ഒരു സമയം അടുത്തു എന്നല്ല, ആക്ച്വലി തുടങ്ങി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ബേസിക്കിൽ നിന്ന് തുടങ്ങണോ, അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ, അതോ ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതിയോ, അങ്ങനെ പല ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു ഡീപ്പ് നോളജ് വേണം. കാരണം ഇപ്പൊ കഴിഞ്ഞ നെറ്റ് എക്സാമും അല്ലെങ്കിൽ അതിന് മുൻപുള്ള നെറ്റ് എക്സാം ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് പോയവർക്ക് ഉറപ്പായിട്ടും നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം നമുക്കിപ്പോ നമ്മൾ ഒരു ഏരിയയിൽ നിന്നും ഇമ്പോർട്ടന്റ് ആണ് എന്ന് വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നെറ്റിന്റെ പാറ്റേൺ മാറുന്നുണ്ട്, ക്വസ്റ്റ്യൻസിൽ ചേഞ്ച് വരുന്നുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളാണ് ഓരോ തവണ നെറ്റ് എക്സാം എഴുതുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഡീപ്പ് നോളജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോ അടുത്ത നെറ്റ് എക്സാമിന് കുറച്ച് സമയം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പഠിക്കാനുള്ളൊരു സമയം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ഡീപ്പായിട്ട് പഠിച്ചുകൊണ്ട് അടുത്ത നെറ്റ് എക്സാം നമുക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് നമ്മൾ ടീച്ചിങ് ആപ്റ്റ്യൂഡ്, ഞാൻ മെയിൻ ആയിട്ട് ടീച്ചിങ് ആപ്റ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റ്യൂഡ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതില് നമ്മുടെ ടീച്ചിങ് ആപ്റ്റ്യൂഡില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 5 ഫോക്കസ് ഏരിയാസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് നമ്മുടെ ടീച്ചിങ് ആപ്റ്റ്യൂഡില്, നെറ്റ് ടീച്ചിങ് ആപ്റ്റ്യൂഡില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട, ഒരിക്കലും വിട്ടു പോകാൻ പാടില്ലാത്ത 5 ഫോക്കസ് ഏരിയാസ് ആണ് പറയുന്നത്. അപ്പൊ ഈ 5 ക്വസ്റ്റ്യൻസിലൂടെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും പറയില്ല ഈ ഒരു 5 ക്വസ്റ്റ്യൻ അടുത്ത തവണയും വരുന്നുള്ളത്. കാരണം ക്വസ്റ്റ്യൻ അല്ല വരിക, ആ ഒരു ഏരിയയിൽ നിന്ന് മറ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 5 ഫോക്കസ് ഏരിയാസ് ഞാൻ പറയും. വരുന്ന വീഡിയോസിൽ നമുക്ക് അടുത്ത ഫോക്കസ് ഏരിയാസ് ഒക്കെ പറഞ്ഞു തരാം. നമ്മുടെ ടീച്ചിങ് ആപ്റ്റ്യൂഡിന്റെയും റിസർച്ച് ആപ്റ്റ്യൂഡിന്റെയും ഒക്കെ ഫോക്കസ് ഏരിയാസ് നമുക്ക് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഫോക്കസ് ഏരിയാസ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം അറിയും എന്നൊരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ നോക്കുക. അതായത് നിങ്ങൾക്ക് അത് അറിയുന്നുണ്ടോ, ആ ഫോക്കസ് ഏരിയ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണോ, അറിയുന്നുണ്ടോ എന്നൊരു കാര്യം നിങ്ങൾ ഉറപ്പിക്കുക. ആൻഡ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡീപ്പ് നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്ത് പോകണം. അതാണ് പറയാനുള്ളത്. സോ നമ്മുടെ CCയിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതായത് ഫോക്കസ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തുകൊണ്ട് ആ ഏരിയാസിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും അപ്ഡേറ്റഡ് ഫാക്ട്സും എല്ലാം വെച്ചുകൊണ്ടാണ് നമ്മുടെ CCയിൽ നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഒന്നാമത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ബ്ലൂംസ് ടാക്സോണമി ആണ്. എന്താണ്? ബ്ലൂംസ് ടാക്സോണമി ആണ്. ബ്ലൂംസ് ടാക്സോണമി. അപ്പൊ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാതിരിക്കുന്ന റയർ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് ബ്ലൂംസ് ടാക്സോണമിയിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ എല്ലാ വർഷവും ചോദിക്കുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഏത് ഏരിയയിൽ നിന്നും എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് വരാറില്ല. പക്ഷെ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ കോമൺലി കാണുന്ന 5 ഏരിയാസ് ആണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഏരിയ ആണ് ബ്ലൂംസ് ടാക്സോണമി. എന്താണ് ബ്ലൂംസ് ടാക്സോണമി? സോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? അറൈസ് ദ ലെവൽ ഓഫ് ബ്ലൂംസ് ടാക്സോണമി ഫ്രം ലോവർ ടു ഹയർ ഓർഡർ ഇൻ ദ കോഗ്നിറ്റീവ് ഡൊമൈൻ. അല്ലെ, ഇൻ ദ കോഗ്നിറ്റീവ് ഡൊമൈൻ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ടത് അറൈസ് ദ ലെവൽ ഓഫ് ബ്ലൂംസ് ടാക്സോണമി ഫ്രം ലോവർ ടു ഹയർ. അല്ലെ, ലോവർ ടു ഹയർ ആണ്. സോ അനലൈസിംഗ് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, അപ്ലൈയിങ്, ഇവാലുവേറ്റിംഗ്, റിമെമ്പറിംഗ്. അപ്പൊ നമുക്കറിയാലോ ഏറ്റവും ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് റിമെമ്പറിംഗ് ആണ്. റിമെമ്പറിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ്, ദെൻ അപ്ലൈയിങ്, അനലൈസിംഗ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ്. അല്ലെ, അങ്ങനെയാണ് വരുന്നത്. സോ അനലൈസിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ്, അപ്ലൈയിങ്, ഇവാലുവേറ്റിംഗ്, റിമെമ്പറിംഗ്, ഈ ഒരു രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ആദ്യം റിമെമ്പറിംഗ് ആണ് വരുന്നതെന്നുള്ളത്. അല്ലെ, ആദ്യം റിമെമ്പറിംഗ് ആണ് വരുന്നത്. ദെൻ രണ്ടാമത്തെ കാര്യം അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വരുന്നത്. ദെൻ മൂന്നാമത്തെ കാര്യം അപ്ലൈയിങ് ആണ് വരുന്നത്. നാലാമത്തെ അനലൈസിംഗ് ആണ് വരുന്നത്. അഞ്ചാമത്തെ ഏതാ വരുന്നത്? ഇവാലുവേറ്റിംഗ് ആണ് വരുന്നത്. അപ്പൊ നോക്കിക്കേ, ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. എങ്ങനെ? എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് മാക്സിമം സ്കോർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേടിയെടുക്കാൻ പറ്റും. കാരണം നെറ്റിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെയും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക്
നെറ്റിലെ എല്ലാ കോൺസെപ്റ്റും അറിഞ്ഞില്ലെങ്കിൽ പോലും, ഞാൻ പറയുന്നത് നിങ്ങൾ അടിവരയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് നെറ്റിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്തവർക്ക് അതിനൊരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പാറ്റേണിൽ ചേഞ്ച് വരുന്നുണ്ട് ശരിയാണ്, പക്ഷെ എന്നാൽ പോലും അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ മാർക്ക് നമുക്ക് അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഓപ്ഷൻസ് എലിമിനേഷൻ മെത്തേഡ് വഴിയും കുറച്ച് ട്രിക്സ് വഴിയും അതിന്റെ സ്ഥിരം പാറ്റേൺ എങ്ങനെയാണ് ഓപ്ഷൻസ് ഇടുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കുറേ മാർക്ക് നമുക്ക് അതിൽ നിന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ നമുക്ക് മനസ്സിലായി 3ലും ബി തന്നെയാണ് വരുന്നത്. സോ ബി, അതായത് അണ്ടർസ്റ്റാൻഡിങ് ആണ് രണ്ടാമതായിട്ട് വരുന്നത്. സോ അത് നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി മൂന്നാമത് സി ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ 4 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ 4 അവിടെ എലിമിനേറ്റ് ചെയ്യാം. ഇനി നാലാമത് എ ആണോ ഡി ആണോ നോക്കിയാൽ മതി. അപ്പൊ അത് നമുക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ പോലും ഏറ്റവും അവസാനം വരുന്നത് ഇവാലുവേറ്റിംഗ് ആണെന്ന് എന്തായാലും എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ. ഏറ്റവും അവസാനം ഇവാലുവേറ്റിംഗ് ആണ് വരുന്നതെന്നുള്ളത്. അതായത് ഡി ആണ് ഏറ്റവും അവസാനം വരുന്നത്. ഡി ആണ് അവസാനം വരുന്നത് എന്ന് പറയുമ്പോൾ 3യും തെറ്റാണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ആക്ച്വലി ഇവിടെ 3 ഒരുപോലെ ഉള്ളത് കൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഏറ്റവും അവസാനത്തെ നോക്കുന്ന സമയത്ത് 2D അല്ലെ, അതായത് രണ്ടെണ്ണത്തിൽ മാത്രമാണ് ഡി വരുന്നത്. അപ്പൊ ബാക്കി 2 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് ഇതിന്റെ ഫസ്റ്റ് വൺ ഒരെണ്ണത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഓപ്ഷൻ 2 സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക. ആൻഡ് ഞാനിവിടെ മെൻഷൻ ചെയ്യുകയാണ്, ഒന്നാമത്തെ ഒരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ബ്ലൂംസ് ടാക്സോണമി ആണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ബ്ലൂംസ് ടാക്സോണമി വിടരുത്. ഇപ്പൊ ഇതില് B.Ed ഒക്കെ കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ ബ്ലൂംസ് ടാക്സോണമി ഒക്കെ അവർ ഓൾറെഡി പഠിച്ചതായിരിക്കും. പക്ഷെ അല്ലാത്തവർക്ക് ചിലപ്പോൾ എന്താണ് ഈ ബ്ലൂംസ് ടാക്സോണമി എന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെയും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനെയും ഒക്കെ ഇത് എന്തായാലും കിട്ടും എന്നൊരു രീതിയിൽ നമ്മൾ തള്ളിക്കളയരുത്. കാരണം നമ്മൾ കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും പല ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പല രീതിയിൽ പല ലെവൽസിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രാക്ടീസ് നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഇപ്പോഴേ വേണം. നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 10 മാർക്ക് അല്ലെങ്കിൽ എത്ര മാർക്കാണോ അതിൽ നിന്ന് ചോദിക്കുന്നത്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് ചോദിക്കുന്നത്, അത്രയും നമുക്ക് ഒരു മാർക്ക് പോലും പോവാതെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് അസസ്മെന്റ് ആണ്. അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ രണ്ടും നമുക്ക് പറയാം. അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ രണ്ടും പറയാം. ആ അസസ്മെന്റിൽ തന്നെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഫോർമേറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ്, അതുപോലെ തന്നെ ഇപ്സേറ്റീവ് അസസ്മെന്റ്, ദെൻ നോം റെഫറൻസ്ഡ് അസസ്മെന്റ്, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് അസസ്മെന്റ്, ദെൻ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ആ സാധനങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഒരു അസസ്മെന്റിൽ ഞാൻ പെടുത്തുന്നുണ്ട് കേട്ടോ. അതാണ് ഒരു ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞത്. അല്ലാതെ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ അസസ്മെന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമല്ല, അസസ്മെന്റിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെ വരും, ഫോർമേറ്റീവ് അസസ്മെന്റ് വരും, സമ്മേറ്റീവ് അസസ്മെന്റ് വരും, ഇപ്സേറ്റീവ് അസസ്മെന്റ് വരും, ദെൻ നോം റെഫറൻസ്ഡ് ടെസ്റ്റ് വരും, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ് വരും, ദെൻ അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. കാരണം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പല തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഏരിയാസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഡാഷ് ഈസ് ദ അസസ്മെന്റ് വിച്ച് മേ ഓൾസോ ബി സീൻ ആസ് ഇൻഫോർമൽ. എന്താണ് ഡാഷ് ഈസ് ദ അസസ്മെന്റ് വിച്ച് മേ ഓൾസോ ബി സീൻ ആസ് ഇൻഫോർമൽ. ഇപ്പൊ ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ എന്തായാലും സമ്മേറ്റീവ് അസസ്മെന്റ് അല്ല. കാരണം സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ നടത്തുന്ന അസസ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സമ്മേറ്റീവ് അസസ്മെന്റ് അല്ല. ഇനി സബ്ജക്ട് റിവ്യൂസ് അസസ്മെന്റ്, അപ്പൊ അതും ഒരു ഇൻഫോർമൽ ആവില്ലല്ലോ. സബ്ജക്ട് റിവ്യൂസ് എന്ന് പറയുമ്പോൾ അതും ഒരു ഇൻഫോർമൽ ആവില്ല, അതും ഒരു ഫോർമൽ രീതിയിൽ തന്നെയാണ്. അപ്പൊ അതും വരില്ല. ദെൻ ഒബ്സർവേഷൻ അസസ്മെന്റും ഫോർമേറ്റീവ് അസസ്മെന്റും ആണ് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. ഒബ്സർവേഷൻ അസസ്മെന്റ് ആണോ ഫോർമേറ്റീവ് അസസ്മെന്റ് ആണോ എന്നുള്ളത്. പക്ഷെ ഫോർമേറ്റീവ് അസസ്മെന്റ് നമ്മൾ ശ്രദ്ധിക്കുക, ഒരു കുട്ടിയെ നമ്മൾ ഡ്യൂറിങ് ആൻ ഇൻസ്ട്രക്ഷൻ തന്നെ നടത്തുന്ന അസസ്മെന്റ് ആണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഒബ്സർവേഷൻ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു കുട്ടിയെ ഒബ്സർവ് ചെയ്യുന്നു. ഇപ്പോ കുട്ടി അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഫോർമലി അല്ലെങ്കിൽ നമുക്ക് ഇൻഫോർമലി എന്ത് ചെയ്യാം, ഒബ്സർവ് ചെയ്യാം. അപ്പൊ ഇത് രണ്ടായിരിക്കും നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്, ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ്. കാരണം ദാറ്റ് ഈസ് ദ അസസ്മെന്റ് വിച്ച് മേ ഓൾസോ ബി സീൻ ആസ് ഇൻഫോർമൽ എന്നല്ലേ. അപ്പൊ ഈ ഫോർമേറ്റീവ് അസസ്മെന്റിനെ നമ്മൾ ഫോർമൽ മാത്രമല്ല ഇൻഫോർമൽ ആയിട്ടും കാണാറുണ്ട്.
കാരണം കുട്ടിയെ ഒരു പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടിയെ അസസ് ചെയ്യാം. അപ്പൊ ഈ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ക്ലാസ് റൂമിൽ മാത്രമേ കുട്ടിയെ അസസ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഫോർമൽ രീതിയിൽ മാത്രമേ അസസ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഇല്ലല്ലോ. അതായത് ക്ലാസ്സിൽ ടീച്ചറെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല ക്വിസായിട്ടോ അങ്ങനെയും നമുക്ക് അസസ് ചെയ്യാം, അല്ലാതെ ചില പ്ലേസിലൂടെയോ മീൻസ് കളികളിലൂടെയോ അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫോർമലി ആൻഡ് ഇൻഫോർമലി അവരെ അസസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഓപ്ഷൻ 2 ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റീഅറേഞ്ച് ദ സീക്വൻസ് ടു റൈറ്റ് എ ലെസൺ പ്ലാൻ. ഓക്കെ, റീഅറേഞ്ച് ദ സീക്വൻസ് ടു റൈറ്റ് എ ലെസൺ പ്ലാൻ. അപ്പൊ ഞാൻ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ലെസൺ പ്ലാൻ ഒരു ഏരിയ ആയിട്ടല്ല ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് ലെസൺ പ്ലാൻ ഒരു ഫോക്കസ് ഏരിയ ആയിട്ടല്ല പറയുന്നത്, പക്ഷെ ക്ലാസ് റൂം റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ടീച്ചിങ് തന്നെ കൊടുക്കാം. ടീച്ചിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ പക്ക നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ലെവലുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന ഏരിയാസ് അതിന് പറയാൻ പറ്റില്ല. ഇപ്പൊ കോമൺ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇപ്പൊ ഈ ലെസൺ പ്ലാൻ എന്ന് പറയുമ്പോൾ ലെസൺ പ്ലാൻ ഒന്നും ആക്ച്വലി നമ്മുടെ സിലബസിൽ മെൻഷൻഡ് അല്ല, പക്ഷെ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം അറിയണം അല്ലെ. ഒരു ലെസൺ പ്ലാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ടീച്ചർ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികൾ ഇപ്പൊ ഒരു പ്രശ്നത്തിൽ പെട്ടു, അപ്പൊ അങ്ങനെ പ്രശ്നത്തിൽ പെടുന്ന സമയത്ത് കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വരുന്ന സമയത്ത് ആസ് എ ടീച്ചർ നമ്മൾ എന്ത് ചെയ്യണം, നേരെ പോയിട്ട് ഹെഡ് മാസ്റ്ററിന്റെ അടുത്താണോ പറയേണ്ടത്, അല്ലെങ്കിൽ നേരെ പോയിട്ട് പാരന്റ്സിന്റെ അടുത്താണോ പറയേണ്ടത്, അതോ ആ കുട്ടിയുടെ അതായത് ആ ഫ്രണ്ട്സിന്റെ അടുത്ത് തന്നെ ആ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുകയാണോ ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഏരിയ ആണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചിങ് ഞാൻ അവിടെ കുറച്ച് പറഞ്ഞതാണ്, ചെറിയൊരു വേർഡിൽ പറഞ്ഞതാണ് ടീച്ചിങ്. അപ്പൊ അതില് ഈ പറഞ്ഞ ലെസൺ പ്ലാനും ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരും. അപ്പൊ അതൊരു ഫോക്കസ് ഏരിയ ആയിട്ട് തന്നെ നമുക്ക് പറയണം, കാരണം അതൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അപ്പൊ ഇത് നമുക്ക് പഠിക്കാനൊന്നും പറ്റില്ല, ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് അതിലൊക്കെ നിങ്ങൾക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കാം. സോ റീഅറേഞ്ച് ദ സീക്വൻസ് ടു റൈറ്റ് എ ലെസൺ പ്ലാൻ ആണ്. അപ്പൊ തന്നിരിക്കുന്നതിനെ അറേഞ്ച് ചെയ്താൽ മാത്രം മതി. ലെസൺ ഓപ്പണിംഗ് ആണോ, പ്രീ പ്ലാനിംഗ് ആണോ, ലെസൺ ലേഔട്ട്, ക്ലോഷർ ഓഫ് ലെസൺ, എക്സ്റ്റെൻഡഡ് പ്രാക്ടീസ്, ഏതാണ് ഇതിൽ ഫസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ഏതാണ് ഇതിൽ ലാസ്റ്റ് വരുന്നത് എന്നുള്ളൊരു കാര്യം അങ്ങനെയാണെങ്കിലും അറിഞ്ഞാൽ മതി, ഏറ്റവും ലാസ്റ്റ് ഏതാണ് വരുന്നതെന്നുള്ളത്. അപ്പോ ഇതിൽ എന്തായാലും നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു പ്ലാനിങ്ങും ആൻഡ് അവസാനം ഒരു ക്ലോഷർ അല്ലേ, അതായത് അവസാനിക്കുക എന്ന് പറയുമ്പോൾ അത് ക്ലോസ് ചെയ്യുക, ക്ലോഷർ ആണ് അവിടെ വരുന്നത്. നമ്മുടെ മൈക്രോ ടീച്ചിങ് ഒക്കെ ഇതിൽ വരുന്ന കാര്യമാണ് കേട്ടോ, മൈക്രോ ടീച്ചിങ്. അപ്പൊ മൈക്രോ ടീച്ചിങ്ങിൽ ആദ്യം എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു, അങ്ങനെ ഓരോരോ സ്റ്റെപ്സ് അതിൽ വരുന്നുണ്ട്. ആൻഡ് അത് കൂടാതെ തന്നെ നമ്മുടെ സ്കിൽസ് വരുന്നുണ്ട്. അപ്പൊ അതിലെ ഫസ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് സെറ്റ് ഇൻഡക്ഷൻ എന്നുള്ളൊരു സ്കിൽ ഓഫ് ഇൻഡക്ഷൻ, അതായത് ഇൻട്രൊഡക്ഷൻ, എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നൊരു സ്കില്ലാണ്. ആൻഡ് അവസാനം വരുന്നത് ക്ലോഷർ ആണ്, സ്കിൽ ഓഫ് ക്ലോഷർ ആണ്. അപ്പൊ അത് അറിഞ്ഞൊരു കുട്ടിക്കാണെന്നുണ്ടെങ്കിലും ഇത് ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. കാരണം ഏറ്റവും അവസാനം 1, 2, 3, 4, 5 എണ്ണമാണുള്ളത്. സോ 5ാമത്തെ ക്ലോഷറും അതുപോലെ തന്നെ 1ാമത്തെ പ്രീ പ്ലാനിങ്ങും അങ്ങനെ അറിഞ്ഞു എന്ന് വെച്ചാല് ആദ്യം ബിയും അവസാനം ഡിയും വരുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതും അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെയാണ് നമ്മുടെ നെറ്റിന്റെ പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളത് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ പാറ്റേൺ അറിയാത്തൊരു കുട്ടി ഇതെല്ലാം കിടന്ന് ചെയ്ത് നോക്കാൻ നിൽക്കും. പക്ഷെ അത്രയും ചെയ്ത് നോക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്കിത് അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു കോമൺ സെൻസ് വെച്ചുകൊണ്ട് ഇതിൽ ഏതാണ് ഫസ്റ്റ് വരുന്നത്, ഏതാണ് ലാസ്റ്റ് വരുന്നത്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം. ഇനി നമുക്ക് ലാസ്റ്റത്തെ അറിയില്ല, ഫസ്റ്റത്തെ മാത്രമാണ് അറിയുള്ളൂ, അതായത് ബി ആണ് ആദ്യം വരുന്നത് എന്നൊരു ധാരണയുള്ള ഒരു കുട്ടിക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അങ്ങനെയാണ് ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആദ്യം പ്രീ പ്ലാനിങ് ആണ് വരുന്നത്, ദെൻ അതിനുശേഷം ലെസൺ ഓപ്പണിംഗ് അല്ലെ, ലെസൺ ഓപ്പണിംഗ് രണ്ടാമതായിട്ട് വരും. ദെൻ മൂന്നാമതായിട്ട് വരുന്നത് ലെസൺ ലേഔട്ട് ആണ്, ദെൻ നാലാമതായിട്ട് വരുന്നത് എക്സ്റ്റെൻഡഡ് പ്രാക്ടീസ് ആണ്, ദെൻ 5ാമതാണ് ക്ലോഷർ ഓഫ് ലെസൺ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോയിൽ മെയിൻലി 5 ഏരിയാസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആൻഡ് അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടൻ ക്വസ്റ്റ്യൻസും ആണ്. അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുക, നന്നായിട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യൻ തന്നെ ഇനി വരണമെന്നില്ല, പക്ഷെ ഈ ഒരു ലെസൺ പ്ലാനുമായിട്ട് റിലേറ്റഡ് ആയതോ അല്ലെങ്കിൽ ടീച്ചിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി അടുത്ത എക്സാമിന് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത 4ാമത്തെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ അസസ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ ഇവിടെ ഡിഫറെന്റ് ആണ്. അതായത് അസസ്മെന്റ് തന്നെയാണ്, ഇവിടുത്തെ ഏരിയയും അസസ്മെന്റ് ആണ്.
പക്ഷെ അതിന്റെ ക്വസ്റ്റ്യൻ ഇവിടെ ഡിഫറെന്റ് ആണ്. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡിലൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. അപ്പൊ അത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉൾപ്പെടുത്തിയത്. നോക്കിക്കേ, ദ പർപ്പസ് ഓഫ് അസസ്മെന്റ്, ദെൻ വാട്ട് ടു അസസ്, അസസ്മെന്റ് സ്ട്രാറ്റജീസ്, ഇന്റർപ്രിറ്റേഷൻ ആൻഡ് ആക്ഷൻ ടേക്കിംഗ്. ഇതാണ് ലിസ്റ്റ് 1-ലുള്ളത്. ആൻഡ് ലിസ്റ്റ് 2-ല് അസസ്മെന്റ് ലിറ്ററസി ആ ഒരു കാര്യമുണ്ട്. ദെൻ നമുക്ക് പ്രോപ്പർ ആയിട്ട് മാച്ച് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യം നേരെ ഓപ്ഷനിലോട്ട് നോക്കുക. അപ്പൊ ഓപ്ഷനിലോട്ട് നോക്കുന്ന സമയത്ത് നോക്കിക്കേ, എ എല്ലാത്തിലും ഡിഫറെന്റ് ആണ് അല്ലെ, 4 എണ്ണത്തിലും എ ഡിഫറെന്റ് ആണ്. ബി അവിടെ 2ഉം 4ഉം ബി സെയിം ആയിട്ടുണ്ട്. ദെൻ സി അതുപോലെ 1ഉം 4ലും സെയിം ആയിട്ടുണ്ട്. ഡി അതുപോലെ 2ഉം 4ലും സെയിം ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും എ എല്ലാം ഡിഫറെന്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എ മാത്രം ജസ്റ്റ് നിങ്ങൾ അത് നോക്കുക. എ നോക്കിയിട്ട് മനസ്സിലാവുകയാണ് അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് മാച്ച് ചെയ്യാൻ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു അല്ലെ. കാരണം ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി എല്ലാ ഓപ്ഷൻസും നമുക്ക് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. അപ്പൊ ജസ്റ്റ് നോക്കിക്കേ, ഏതാണ് വരാന്ന് നോക്കിക്കേ. ദ പേർപ്പസ് ഓഫ് അസസ്മെന്റ് ആണ്. അസസ്മെന്റിന്റെ പേർപ്പസ് എന്താന്നുള്ളത്. ആൻഡ് എഡ്യൂക്കേറ്റർ അസസ് ദ സ്റ്റുഡന്റ് ലേണിംഗ് ആൻഡ് കണ്ടന്റ് സ്പെസിഫിക് നോളജ്. അതെന്തായാലും അതൊരു പേർപ്പസ് ആയിട്ട് വരില്ലല്ലോ. ആൻഡ് എഡ്യൂക്കേറ്റർ അസസ് ദ സ്റ്റുഡന്റ് ലേണിംഗ് ആൻഡ് കണ്ടന്റ് സ്പെസിഫിക് നോളജ്, അതൊരു പേർപ്പസ് ആയിട്ട് വരില്ല. എഡ്യൂക്കേറ്റേഴ്സ് ഇന്റൻഷൻ വിത്ത് അസസ്മെന്റ് ഡാറ്റ. എന്താണ് എഡ്യൂക്കേറ്റേഴ്സ് ഇന്റൻഷൻ വിത്ത് അസസ്മെന്റ് ഡാറ്റ? ഞാൻ അടുത്ത നോക്കാം. റിലേറ്റ്സ് ടു ദ എഡ്യൂക്കേറ്റേഴ്സ് പേർപ്പസ് വിത്ത് ദ അസസ്മെന്റ്. എന്താണ് പേർപ്പസ് ഓഫ് അസസ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ റിലേറ്റ്സ് ടു ദ എഡ്യൂക്കേറ്റേഴ്സ് പേർപ്പസ് വിത്ത് ദ അസസ്മെന്റ്. അപ്പൊ അവിടെ ഒരു പേർപ്പസ് എന്നുള്ളൊരു കാര്യം അവിടെ വന്നു. അപ്പൊ നമുക്കത് പരിഗണിക്കാം അല്ലെ. ആ ഒരു കാര്യം നമുക്ക് പരിഗണിക്കാം. എന്നിരുന്നാലും 4-മത്തെയും കൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഉറപ്പ് വരുത്താനായിട്ട്. അസോസിയേറ്റഡ് വിത്ത് ദ പേർപ്പസ് ഓഫ് അസസ്മെന്റ് ആൻഡ് ഡീപ് റൂട്ടഡ് ഇൻ ദ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. അപ്പൊ അവിടെയും പേർപ്പസ് എന്നുള്ളൊരു വാക്കുണ്ട്. പക്ഷെ എന്നാലും ഒന്നുകൂടെ ഒന്ന് നോക്കിക്കുക, അതിന്റെ മീനിങ് നോക്കുന്ന സമയത്ത് പേർപ്പസ് ഓഫ് അസസ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ റിലേറ്റ്സ് ടു ദ എഡ്യൂക്കേറ്റേഴ്സ് പേർപ്പസ് വിത്ത് ദ അസസ്മെന്റ്. ആൻഡ് 4-മത്തെ അസോസിയേറ്റഡ് വിത്ത് ദ purpose of assessment and deep rooted in the values and principles. values and principles ലൊക്കെ അതിന്റെ പേർപ്പസ് ഉണ്ടോ എന്നൊരു കാര്യം ചിന്തിച്ചാൽ മതി. അപ്പൊ ഇവിടെ 3-മത്തെയാണ് കുറച്ചുകൂടെ നല്ല ഒരു അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത് 3-മത്തെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എയെ എന്ത് ചെയ്യാം, 3-ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യിപ്പിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആൻസർ ആയി അല്ലെ. കാരണം എ ഈസ് റിലേറ്റഡ് ടു 3 എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ആണല്ലോ, ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് നോക്കുന്ന സമയത്ത് ബി എന്ന് പറയുമ്പോൾ വാട്ട് ടു അസസ് ആണ്. അപ്പൊ വാട്ട് ടു അസസിന്റെ ആൻസർ ആയിട്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? അതായത് 4-മത്തെ കാര്യം അസോസിയേറ്റഡ് വിത്ത് ദ പേർപ്പസ് ഓഫ് അസസ്മെന്റ് ആൻഡ് ഡീപ് റൂട്ടഡ് ഇൻ ദ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് എന്ന കാര്യം അവിടെ വരുന്നത്. സോ ബി ഈസ് റിലേറ്റഡ് ടു 4 ആണെന്ന് മനസ്സിലായി. ആൻഡ് C1-ഉം D2-ഉം ആണ്. അതായത് അസസ്മെന്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ആൻഡ് എഡ്യൂക്കേറ്റർ അസസ് ദ സ്റ്റുഡന്റ് ലേണിംഗ് ആൻഡ് കണ്ടന്റ് സ്പെസിഫിക് നോളജ്. അസസ്മെന്റ് സ്ട്രാറ്റജീസ് ആൻഡ് എഡ്യൂക്കേറ്റർ assess the student learning and content specific knowledge. അതാണ്. ആൻഡ് 4-മത്തെ എന്ന് പറയുമ്പോൾ ഇന്റർപ്രിറ്റേഷൻ ആൻഡ് ആക്ഷൻ ടേക്കിംഗ് ആണ്. അത് ഏതായിരിക്കും വരുന്നത്? 2-മത്തെ ആയിരിക്കും. അതായത് എഡ്യൂക്കേറ്റേഴ്സ് ഇന്റൻഷൻ വിത്ത് അസസ്മെന്റ് ഡാറ്റ. അപ്പൊ ഈ ഒരു രീതിയിലാണ്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മെയിൻലി കാണിച്ചു തന്നത് എങ്ങനെ നമുക്ക് ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാം, ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡിലൂടെ ആൻസർ ചെയ്യാന്നുള്ളൊരു കാര്യമാണ് മെയിൻലി പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ ഒരു ഫോക്കസ് ഏരിയയും നമ്മുടെ അസസ്മെന്റ് തന്നെയാണ്. ഇനി അടുത്ത കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും അതുപോലെ തന്നെ സ്ഥിരം കാണുന്നതും ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സ്വയം. എന്താണ് സ്വയം അല്ലെ? സ്വയം. അപ്പൊ സ്വയത്തിന്റെ ഫുൾ ഫോം അറിയാലോ. സ്വയത്തിന്റെ ഫുൾ ഫോം എന്താ? സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ് ആണ് അല്ലെ. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ് ആണ്. അപ്പൊ അത് നന്നായിട്ട് അറിയണം. ആൻഡ് ഈ സ്വയമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ സ്റ്റുഡൻസിനൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് സ്വയത്തിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട് സ്വയമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: എ ടീച്ചർ വാണ്ട്സ് ടു ഇന്റഗ്രേറ്റ് ദ സ്വയം ഇൻ ടു ദ കരിക്കുലം ടു എൻഹാൻസ് ലേണിംഗ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെനിഫിറ്റ്സ് ഓഫ് സ്വയം ഷുഡ് ദ ടീച്ചർ ഹൈലൈറ്റ്സ് ടു ദ സ്റ്റുഡന്റ്? അപ്പൊ ഈ ആക്ച്വലി സ്വയം എന്നൊക്കെ പറയുമ്പോൾ കോളേജിലൊക്കെ ആക്ച്വലി സ്വയം എന്നുള്ളത് എല്ലാവരും കോളേജ് സ്റ്റുഡൻസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കാരണം
ഇപ്പൊ ഞാൻ എംഎഡ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്വയത്തിലെ കോഴ്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു എക്സ്ട്രാ ലേണിംഗ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ കോഴ്സ് പോലെ നല്ലതാണ്. അപ്പൊ എല്ലാവർക്കും എടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് സ്വയത്തിന് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്വയത്തിന്റെ ആദ്യം അതിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വയ്ക്കുക. അതായത് സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ് ആണെന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ അതിൽ എന്തൊക്കെ നമുക്ക് കിട്ടും, സ്വയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എ ടീച്ചർ വാണ്ട്സ് ടു ഇന്റഗ്രേറ്റ് ദ സ്വയം ഇൻ ടു ദ കരിക്കുലം ടു എൻഹാൻസ് ലേണിംഗ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെനിഫിറ്റ്സ് ഓഫ് സ്വയം ഷുഡ് ദ ടീച്ചർ ഹൈലൈറ്റ്സ് ടു ദ സ്റ്റുഡന്റ് എന്നുള്ളതാണ്. ആൻഡ് വി ഹാവ് 4 points and we have 4 options. 4 ഓപ്ഷൻസ് ഉണ്ട്. നോക്കിക്കേ, ഫ്രീ ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷണൽ റിസോഴ്സസ്. അത് ഓഫ് കോഴ്സ് വരുന്ന കാര്യമാണ് അല്ലെ, കാരണം ഫ്രീ ആക്സസ് ആണ്, നമുക്ക് പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. പക്ഷെ നമുക്ക് അതിന് കോഴ്സ് എടുക്കാൻ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. പക്ഷെ എനിക്ക് തോന്നുന്നു എക്സാം എഴുതി, ഞാൻ എക്സാം ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആക്ച്വലി അതിൽ എടുക്കുന്ന സമയത്ത്. അപ്പൊ നമുക്ക് എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് എന്തോ ഫീസ് അങ്ങനെ എന്തോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും എടുക്കാം. കോഴ്സ് നമുക്ക് എടുക്കാം, നമുക്ക് പഠിക്കാം, ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ അതിലുണ്ട്, അതൊക്കെ നമുക്ക് എടുക്കാം. അതിനൊന്നും കോസ്റ്റ് അവിടെ ഇല്ല. സോ ഫ്രീ ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷണൽ റിസോഴ്സസ് അത് എന്തായാലും അതിൽ വരുന്ന കാര്യമാണ്. ദെൻ ഓപ്പർച്യൂണിറ്റി ഫോർ ലൈവ് ഇന്ററാക്ഷൻ വിത്ത് ഇൻസ്ട്രക്ഷൻ, അങ്ങനത്തെ ലൈവ് ഇന്ററാക്ഷൻസും കാര്യങ്ങളൊന്നും അതിലില്ല. ദെൻ അടുത്തത് പിയർ റിവ്യൂഡ് അസൈൻമെന്റ്, അങ്ങനെ പിയർ റിവ്യൂഡ് അസൈൻമെന്റും അതിലില്ല. ദെൻ സെൽഫ് ബേസ്ഡ് ലേണിംഗ് ആണ്. അത് ഓഫ് കോഴ്സ് ഒരു ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ സെൽഫ് ബേസ്ഡ് ലേണിംഗും കറക്റ്റ് ആണ്. അപ്പൊ എയും ഡിയും ആണ് ഇവിടെ വരുന്നത് അല്ലെ, എ ആൻഡ് ഡി ഓൺലി ആണ്. അതായത് ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഈ ഒരു 5 ക്വസ്റ്റനിലൂടെ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഏരിയാസ് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടൈപ്സ് പറഞ്ഞു. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, ദെൻ ഈ ഏരിയാസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഏരിയാസും കൂടെ ആണെന്നുള്ളത് നന്നായിട്ടൊന്ന് ഉറപ്പ് വരുത്തുക. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. കാരണം ഇനി എക്സ്ട്രാ ഫോക്കസ് ഏരിയാസ് ഒക്കെ പറയണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് പറയണോ എന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീഡിയോന് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം എന്നൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഡീപ്പ് നോളജ് ആവശ്യമാണ്. എന്നാൽ മാത്രമാണ് ഈ ഒരു ഏരിയാസ് എന്നൊക്കെ, ഇപ്പൊ ഞാൻ സ്വയത്തിന്റെ കാര്യം പറഞ്ഞു, അസസ്മെന്റിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യന് ഈ ഒരു ഏരിയയിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, ചെയ്യാൻ പറ്റില്ല ആക്ച്വലി. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ CC നിന്ന് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. ഒരു ഏരിയ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയ കുട്ടികൾക്ക് നല്ലതുപോലെ പഠിപ്പിച്ച് കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ്, മോഡൽ എക്സാംസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത്, പ്രോപ്പർ റിവിഷൻ കൂടെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് അത് തറവാകും അല്ലെ, തറവാകും. കാരണം അതിന്റെ റിസൾട്ട് ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാനൊക്കെ സാധിച്ചത്. ഇപ്പൊ നമ്മുടെ CCയിലുള്ള സബ്ജക്ട്സ് ഇതൊക്കെയാണ്. കൊമേഴ്സ് ഉണ്ട്, മലയാളം ഉണ്ട്, മാനേജ്മെന്റ്, ദെൻ പേപ്പർ 1 മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ദെൻ CSIR നെറ്റ് ഫിസിക്സും കൂടെ ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും JRF ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനായിട്ടാണ് നെറ്റ് JRF വിക്ടറി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഉറപ്പായിട്ടും ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 8086881144. ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. ആൻഡ് ഇപ്പൊ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോന് താഴെ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.